നമ്മളിപ്പോൾ ഇത് കോൺ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കോൺ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കോൺ റെഡിയാക്കി വെക്കുക. അപ്പോൾ ഞാൻ ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഗ്രീൻ കളർ ആണ് നല്ലത്. കാരണം നമ്മളിപ്പോൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഗ്രീൻ. നമുക്ക് ഇതൊക്കെ ക്രിസ്മസ് ഇപ്പോൾ ഈ സീസണിലെല്ലാ ഷോപ്പുകളിലും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനത്തെ സ്ട്രിപ്പുകൾ വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. അപ്പോൾ ഇതിൽ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു കമ്പി എടുത്തിട്ട്, ഇതിപ്പോൾ എനിക്ക് ഗ്രീൻ കമ്പി ഉള്ളതുകൊണ്ട് ഞാനിത് അങ്ങനെ ചെയ്യുവാണ്. അതെല്ലാം വെച്ചാൽ നമ്മൾ അലൂമിനിയം വയർ ഫ്ലോ മേക്കിങ്ങിൻ്റെ, ഇതും ഫ്ലോ മേക്കിങ്ങിൻ്റെ വയർ തന്നെയാണ്. ഫ്ലോ മേക്കിങ്ങിൻ്റെ അലൂമിനിയം വയറിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി നമുക്കിത് എടുക്കാം. ഇനി ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് വല്ലാണ്ടൊന്നും നമ്മൾ ചുറ്റി കൊടുക്കണ്ട. ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് ഗ്യാപ്പിട്ട് ഇങ്ങനെ ചുറ്റി എടുക്കുക. ഇതല്ല, അപ്പം നമുക്കൊന്ന് വളയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നന്നായിട്ട് ഗ്യാപ്പിട്ട് എടുത്താൽ മതി. ഇപ്പം നമുക്കിത് കുറച്ച് ഇത് സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് അതുണ്ട്, വളയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുന്നത്. ചുറ്റിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമുണ്ടാവും അത് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് നമ്മളിങ്ങനെ ചുറ്റി കമ്പി ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് ഇനി നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഞാനിതിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു ഇത്രയും നീളത്തിലേക്ക് നമുക്ക് അടിയിലേക്ക് വെച്ച് കൊടുക്കാം. അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഞാനിതിനെ നന്നായിട്ടൊന്ന് വളച്ച് അതവിടെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല, ഫിക്സ് ആയിക്കോളും. നമുക്ക് ഇവിടെ വരെ ഞാനിങ്ങനെ അങ്ങ് എടുക്കുവാണ് ആദ്യം തന്നെ. അപ്പോൾ നമ്മൾക്കത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കാം. ഞാൻ ഗ്ലൂ കുറച്ചും കൂടി ഇട്ടിട്ട് അതിനൊട്ടിക്കുവാണ്. എന്നിട്ട് നമ്മളത് അങ്ങോട്ട് ഗ്ലൂ ഇട്ടിട്ട് നമുക്കിതിനങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് ഫിക്സ് ആയിട്ട് ഇരുന്നോളൂ. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കമ്പി ആയതുകൊണ്ട് അത് അനങ്ങാണ്ട് ഇരുന്നോളും. പിന്നെ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇനിയിപ്പോൾ അത് അനങ്ങുകയില്ല, അവിടെ തന്നെ ഇരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് അവിടെ ശകലം ഗ്ലൂ ഇട്ട് കൊടുക്കാം. ഗണ്ണ് വെച്ചിട്ട് തന്നെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പം തന്നെ അവിടെ ചിക്കാവും. എന്നിട്ട് നമ്മൾക്ക് ഇതിന് ഇപ്പോൾ ഇത് കമ്പി ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് ഇത് ഇങ്ങോട്ട് വളച്ചൊക്കെ എടുക്കാനായിട്ട്. ഇത് വളരെ എളുപ്പമാണ്. നമ്മളിത് വെറുതെ ചുറ്റി അങ്ങ് കൊടുക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ വന്നിട്ട് നമ്മൾക്ക് ഇതാ ഇങ്ങനെ ചുറ്റി ഒട്ടും ഗ്യാപ്പില്ലാണ്ട്. ഇപ്പോൾ കമ്പി ആയതുകൊണ്ട് നമുക്കിങ്ങനെ ചുറ്റാൻ പറ്റുന്നുണ്ട്. അതല്ല ഇനി നമ്മൾക്ക് കമ്പി വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധിമുട്ടൊന്നുമില്ല, ഇനി എല്ലാ കമ്പി ഇല്ല എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മളവിടെ ഇങ്ങനെ പശ വെച്ച് ഒട്ടിച്ച് പോയാൽ മതി. ഇപ്പോൾ കമ്പി ഉള്ളതുകൊണ്ട് നമുക്ക് പശയുടെ ആവശ്യമൊന്നുമില്ല. നമുക്കിങ്ങനെ ചുമ്മാ ചുറ്റി പോവാം. ഇതിങ്ങനെ അറ്റം വരെ ചുറ്റി എടുക്കുക. ഇതിപ്പോൾ ഞാൻ ചുറ്റി ഇങ്ങനെ അറ്റത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഗ്ലൂ എടുത്തിട്ട്, ഗണ്ണ് തന്നെയാണ് യൂസ് ചെയ്യണത്, നമുക്ക് കുറച്ച് ഗ്ലൂ ഇവിടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ച് പോവാം. അപ്പോൾ ബാക്കിയുള്ള പീസ് നമ്മൾക്ക് ഇവിടെ തന്നെ ഈ താഴെ തന്നെ ഇങ്ങനെ ചുറ്റി അങ്ങ് ഒട്ടിച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഒട്ടിച്ചാൽ മതി. നമ്മൾ എടുക്കുന്ന കോണിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് വ്യത്യാസം വരും.
ഏകദേശം ഒരു 2.5 മീറ്ററോളം ഉണ്ടായിരുന്നു ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നമ്മളിപ്പോൾ കോൺ എടുക്കുന്നത് ചെറുതാണെങ്കിൽ കുറച്ച് മതിയോ, അല്ലെങ്കിൽ ഇച്ചിരി വലുതെടുക്കുകയാണെങ്കിൽ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഞാൻ താഴെ മുഴുവൻ ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കാരണം അപ്പോൾ അത് അവിടെ കുറച്ച് അങ്ങനെ ഇതായിട്ട് നിൽക്കും നമുക്ക്. ഇതുപോലെ ഇപ്പോൾ വളരെ എളുപ്പമല്ലേ. ഇപ്പോൾ ഇത് പിള്ളേർക്കാണെങ്കിലും ചെയ്യാവുന്നുള്ളൂ, ചുറ്റി എടുക്കാനായിട്ട്. പിന്നെ അത് സ്റ്റിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ഇതുപോലെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്റ്റാർ വേണം. അപ്പോൾ സ്റ്റാർ വെക്കാൻ നേരത്ത് ഈ സ്റ്റാർ ഇപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. നമുക്ക് വാങ്ങിച്ചത് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും. ഇപ്പോൾ സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ റെഡിമെയ്ഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റാർ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റാർ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിനും നമ്മൾ ഗ്ലൂ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ആ പീസിലോട്ട് ചേർത്ത് അങ്ങോട്ട് പിടിച്ചു കൊടുത്താൽ മതി, ഒട്ടിക്കോളും. ഇനി നമുക്ക് ഇതിനെ ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. സ്റ്റാർ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി സ്ട്രിങ് ലൈറ്റ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് സ്ട്രിങ് ലൈറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കാം. ഇതിൽ ഓൾറെഡി ഇതിനകത്ത് കുറച്ചിങ്ങനെ എല്ലാം റെഡൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിനിപ്പോൾ വേറെ ഇതിൽ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ചെറിയതാണുള്ളത്, ഇപ്പോൾ മിനിയേച്ചർ ക്രിസ്മസ് ട്രീ ആയതുകൊണ്ട് വല്ലാണ്ട് നമുക്കിതിൽ ഒത്തിരി സാധനങ്ങളൊന്നും കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്കിതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുഴുവൻ വേണമെങ്കിൽ മുഴുവൻ ചുറ്റിയൊക്കെ, അല്ലെങ്കിൽ ഹാഫ് മതിയെങ്കിൽ അത് വെച്ചിട്ട് നമുക്കത് മാറ്റിയങ്ങ് ഇട്ടാൽ മതി. ഇത് നമ്മുടെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതെല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഇനി ഒരു 5ാമത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.